Dear students, Assalamu alaikum. Let us start our new chapter, triangles. Okay? Triangles. Sixth chapter, triangles. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾസ്, പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ, സിമിലാരിറ്റി, ട്രയാങ്കിൾസ്, കോൺട്രവൻസി, ഓക്കെ, ട്രയാങ്കിൾസ്, ദെൻ തിയറംസ് ഓഫ് ട്രയാങ്കിൾസ്, തിയറംസ് ബേസ്ഡ് ഓൺ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ട്രയാങ്കിൾസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ട്രയാങ്കിൾസ് വരലേക്ക് മുന്നേ നമുക്ക് സിമിലർ ഫിഗേഴ്സ്, വാട്ട് ഈസ് സിമിലാരിറ്റി, വാട്ട് ഈസ് സിമിലർ ഫിഗേഴ്സ്. ഇപ്പോൾ രണ്ട് ഫിഗേഴ്സ് സിമിലർ ആണെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ പറയാം, നമ്മളിങ്ങനെ നോക്കും അല്ലേ, സെയിം സൈസ് ആവണമെന്നില്ല. രണ്ട് ഫിഗേഴ്സ് സിമിലർ ആണെങ്കിൽ രണ്ടും സെയിം ഷേപ്പ് ആണെങ്കിൽ നമ്മൾ രണ്ടും സിമിലർ ആണെന്ന് പറയാം അല്ലേ. രണ്ട് ഫിഗേഴ്സ് സെയിം, യെസ്, സിമിലർ, ബട്ട് സിമിലർ ഫിഗേഴ്സ് ആർ നീഡ് നോട്ട് ബി കോൺഗ്രുവൻ്റ്. ഓക്കെ, നമുക്ക് രണ്ട് സിമിലർ ഫിഗർ എന്ന് പറയും, ഇതും സിമിലർ ആണ്, സെയിം ഷേപ്പാണ്, സൈസ് സെയിം ആണോ? നോ, ഷേപ്പ് എന്താണ്, സെയിം ആണ്. അപ്പോൾ നമ്മൾ സിമിലർ ആണെന്ന് പറയാം, സിമിലർ ഫിഗർ എന്ന് പറയും. ഓക്കെ, യെസ്, നോട്ട് ദ പോയിന്റ്. Two polygons of the same number of sides are similar if their corresponding angles are equal and their corresponding sides are in the same ratio. Corresponding sides are in the same ratio. ഇപ്പോൾ രണ്ട് പോളിഗൺ സിമിലർ ആണെന്ന് പറയുമെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ എക്സസൈസ് 6.1, എക്സസൈസ് 6.1 പേജ് നമ്പർ 122, അത് 1, 2, 3 ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഫുൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആവും. സിമിലാരിറ്റി സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. നോക്കൂ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ കറക്റ്റ് വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഓൾ സർക്കിൾസ് ആർ ഡാഷ്. ബ്രാക്കറ്റിൽ കോൺഗ്രുവൻ്റ് എന്നുണ്ട്, സിമിലർ എന്നുണ്ട്. എല്ലാ സർക്കിൾസും കോൺഗ്രുവൻ്റ് ആണ്, അത് സിമിലർ ആണ്. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരിക? സിമിലർ. എല്ലാ സർക്കിൾസിനും ഒരേ ഷേപ്പായിരിക്കും, പക്ഷേ റേഡിയസ് മാറുമ്പോൾ അതിൻ്റെ സൈസ് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് വരിക? ഓൾ സർക്കിൾസ് ആർ സിമിലർ. ദെൻ ഓൾ സ്ക്വയർസ് ആർ ഡാഷ്. ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? സിമിലർ ഒന്നുണ്ട്, കോൺഗ്രുവൻ്റും ഉണ്ട്. ഓൾ സ്ക്വയർസ് ആർ സിമിലർ. ഓൾ സ്ക്വയർസ് ആർ സിമിലർ ബിക്കോസ് സൈഡ്സ് ലെങ്ത് മാറുന്നതിനനുസരിച്ച് സ്ക്വയറിൻ്റെ സൈസ് മാറും. ബട്ട് എല്ലാ സ്ക്വയറും ഷേപ്പും നമുക്ക് ഈക്വൽ ആയതുകൊണ്ട് അത് സിമിലർ ആണെന്ന് പറയും. ഓക്കെ, പിന്നെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണല്ലോ. യെസ്, ദെൻ ഓൾ ഡാഷ് ട്രയാങ്കിൾസ് ആർ സിമിലർ. ബ്രാക്കറ്റിൽ ഐസോസിലസ്, ഇക്വലാറ്ററൽ. ഓൾ ട്രയാങ്കിൾസ് ആർ സിമിലർ. ഓൾ ഡാഷ് ട്രയാങ്കിൾസ് ആർ സിമിലർ. അതിൽ കറക്റ്റ് ഏതായിരിക്കും? യെസ്, ഏതായിരിക്കും കറക്റ്റ്? യെസ്, ഓൾ ഡാഷ് ട്രയാങ്കിൾസ് ആർ സിമിലർ. യെസ്, ഓൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ. ഐസോസ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഐസോസ് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാൻ പറ്റുമോ? ഐസോസ് ട്രയാങ്കിൾ, ഓൾ ഐസോസ് ട്രയാങ്കിൾസ് ആർ സിമിലർ ആണെന്ന് പറയാൻ പറ്റുമോ? നോ, കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ ഓൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? ഓൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ ആംഗിൾസും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ എല്ലാ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ എപ്പോഴും ആംഗിൾസ് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് സിമിലർ ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ടു പോളിഗൺസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആർ സിമിലർ if their corresponding angles are dash and their corresponding sides are ബ്രാക്കറ്റിൽ എന്താ കൊടുക്കുന്നത്? ഈക്വൽ, പ്രൊപ്പോർഷണൽ. അത് എവിടേക്കാണ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ? യെസ്, ഫസ്റ്റ് വൺ their corresponding angles are equal and their corresponding sides are proportional. ഓക്കെ, അപ്പോൾ ടു സെയിം നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള രണ്ട് പോളിഗൺസ്, സൈഡ്സ് ഉള്ള പോളിഗൺ സിമിലർ ആവുന്നപ്പോഴാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, കറസ്പോണ്ടിങ് സൈഡ്സുകൾ തമ്മിൽ റേഷ്യോ സെയിം ആയിരിക്കണം. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നെ എടുക്കാം. ABC എന്നുള്ളൊരു ട്രയാങ്കിളും
PQR എന്നുള്ള ട്രയാങ്കിൾ. ഇത് രണ്ടും സിമിലർ ആവണമെങ്കിൽ, സിമിലർ എന്നുള്ള സിമ്പിൾ നമ്മൾ എങ്ങനെ എഴുതിക്കുക? ഇങ്ങനെ സിമിലർ. സിമിലർ എന്നുള്ള പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന സിമ്പിൾ എങ്ങനെയാണ്? ഇതാണ് സിമ്പിൾ സിമിലർ. അപ്പോൾ ABC എന്നുള്ള ട്രയാങ്കിളും PQR എന്നുള്ള ട്രയാങ്കിളും സിമിലർ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതായത് B ഈക്വൽ ടു ആംഗിൾ Q. അപ്പോൾ ABC എന്നുള്ള ട്രയാങ്കിൾ സിമിലർ PQR എന്ന് പറയണമെങ്കിൽ, ട്രയാങ്കിൾ PQR എന്ന് പറയുന്നത് നോക്കുക, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ A എന്നുള്ള ABCയിലെ ആംഗിൾ ഏതിനോട് ഈക്വൽ ആയിരിക്കണം? P. കറസ്പോണ്ടിങ് ആംഗിൾസ് അവിടെ പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P ഈക്വൽ ആയിരിക്കണം സിമിലർ ആണെങ്കിൽ. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P. അതേപോലെ തന്നെ B ഈക്വൽ ടു Q. ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q. അതുപോലെ തന്നെ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആയിരിക്കണം. കറസ്പോണ്ടിങ് സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് AB, ഇവിടുത്തെ PQ, അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ AB/PQ ഈക്വൽ ടു BC/QR. BC/QR കണ്ടോ? കറസ്പോണ്ടിങ് സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ ഇത് രണ്ട് ഫാക്ട് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, then give two different examples of pair of similar figures, non similar figures. എക്സാമ്പിൾ കൊടുക്കുക കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി രണ്ട് ഫിഗേഴ്സ് എപ്പോഴാണ് കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പറയാം. രണ്ട് ഫിഗേഴ്സ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ 4 സൈഡിലുള്ള ഒരു സ്ക്വയർ ABCD, 4 സൈഡുള്ള മറ്റൊരു സ്ക്വയർ PQRS. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ്. ഈ രണ്ട് സ്ക്വയറും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. കോൺഗ്രുവൻസിൻ്റെ സിമ്പിൾ എന്താണ്? ഇതാണ്. ഓക്കെ, ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ABCD ഈക്വൽ ടു PQR. യെസ്, ഇതിൻ്റെ ഷേപ്പ് സെയിം ആണ്, ഇതിൻ്റെ സൈഡ്സിലെ ലെങ്ത് സെയിം ആണ്, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ ലെങ്ത് സെയിം ആണ്, ആംഗിൾസ് സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഇത് രണ്ടും സിമിലർ ആണെന്ന് പറഞ്ഞൂടെ? ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസും സൈഡുകളും തമ്മിൽ റേഷ്യോ സെയിം ആയി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം, എന്താണ്? സെയിം ഷേപ്പ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ കോൺഗ്രുവൻ്റ് ഫിഗേഴ്സും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. നേരെ തിരിച്ച് പറയാൻ പറ്റുമോ? എല്ലാ സിമിലർ ഫിഗേഴ്സും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ട്രയാങ്കിൾ തന്നെ നോക്കൂ. PQR എന്നുള്ള ട്രയാങ്കിളും ABC എന്നുള്ള ട്രയാങ്കിളും, ആംഗിൾ Bയും ആംഗിൾ B Qനോട് ഈക്വൽ ആണ്, ആംഗിൾ A Pനോട് ഈക്വൽ ആണ്, ആംഗിൾ C ആംഗിൾ Rനോട് ഈക്വൽ ആണ്. ഓക്കെ, സൈഡ്സുകൾ തമ്മിൽ റേഷ്യോ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആവും. രണ്ടും സിമിലർ ആണ്. ഓക്കെ, ഈ രണ്ട് ഫാക്ട് സാറ്റിസ്ഫൈ ചെയ്തു. ഏതാണ്? കറസ്പോണ്ടിങ് സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആകുന്നു, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, അതുകൊണ്ട് സിമിലർ ആണ്. അതുകൊണ്ട് ഇത് കോൺഗ്രുവൻ്റ് ആവുമോ? നോ. നോക്കിയാൽ തന്നെ അറിയില്ലേ കോൺഗ്രുവൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമുക്കറിയില്ലേ കോൺഗ്രുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. സൈസിലും ഷേപ്പിലും ഒക്കെ സെയിം ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ എന്താ പറയുക? കോൺഗ്രുവൻസി എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും കോൺഗ്രുവൻ്റ് അല്ല, ബട്ട് സിമിലർ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കണം. എന്താണ്? പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. യെസ്, all congruent figures are similar, but the similar figures need not be congruent. All congruent figures are similar, but the similar figures need not be congruent. Similar figure need not be congruent. Okay? Yes.
ഇനി നമുക്ക് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് അല്ലേ, ഇനി നമ്മൾ ട്രയാങ്കിൾസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്, ട്രയാങ്കിൾസിലേക്ക്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഫസ്റ്റ് ഫാക്ട് മനസ്സിലാക്കിയിട്ട് വാട്ട് ഈസ് സിമിലാരിറ്റി, വാട്ട് ഈസ് കോൺഗ്രുവൻസി, അതിൻ്റെ സിമ്പിൾസ്, ഓക്കെ, സിമിലാർ, കോൺഗ്രുവൻസ്, ഇതൊക്കെ. ഇനി നമ്മൾ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്, ഓക്കെ. Similarity of triangle. Similarity of triangles. Okay, page number 123. Two triangles are similar if their corresponding angles are equal. First point. Their corresponding sides are in the same ratio. അല്ലെങ്കിൽ proportion. ഈ രണ്ട് പോയിന്റുകളാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. എന്താണ്? Two triangles are similar if their corresponding angles are equal and their corresponding sides are in the same ratio. Okay. Okay. അപ്പോൾ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് പോയിന്റുകൾ. Two triangles are similar if their corresponding angles are equal and their corresponding sides are in the same ratio. Okay. നമുക്കൊരു ഫസ്റ്റ് തിയറം ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് തിയറം? പേജ് നമ്പർ 124. തിയറം 6.1. If a line is drawn parallel to one side of a triangle to intersect the other two sides in distinct point, comma, the other two sides are divided in the same ratio. Same ratio. Okay. ഈ തിയറം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ്? ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇന്റർസെക്ട് ദി അതർ ടു സൈഡ്സ് ഇൻ ദി ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്, ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. സെയിം റേഷ്യോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു എ ബി സി എന്നുള്ള ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അവിടെ നോക്കൂ, ബി സി എന്നുള്ള സൈഡിന് പാരലായിട്ട് ഡി ഇ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരക്കാൻ പോകുന്നത് എ ഇക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഡി എം എന്നുള്ളൊരു ലൈൻ, ഡി എം. അതുപോലെ തന്നെ എ ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ ഇ, എൻ ഇ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? If a line drawn parallel to one side of a triangle to intersect the other two sides in distinct point, the other two sides are divided in the same ratio. ഇപ്പോൾ ബി സി എന്നുള്ള ലൈനിന് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈന് വരയ്ക്കുക. ആ ലൈൻ എന്ത് ചെയ്യും? എ ബി എന്നുള്ള സൈഡും എ സി എന്നുള്ള സൈഡും രണ്ട് ഡിസ്റ്റിൻറ്റ് പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. ബി സിക്ക് പാരലായി വരയ്ക്കുന്ന ഡി എന്നുള്ള ലൈന് മറ്റ് രണ്ട് സൈഡുകളെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, ആ തിയറം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എം എന്നുള്ളൊരു പെർപെൻഡിക്കുലറും ഈ നമുക്കിവിടെ ഒരു എൻ കൊടുക്കാം അല്ലേ, ഇ എൻ എന്നുള്ള പെർപെൻഡിക്കുലറും കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ we need to prove that. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. കാരണം ബി സിക്ക് പാരലായിട്ട് ഡി ഇ വരച്ചു, ബി സിക്ക് പാരലായിട്ട് ഡി ഇ വരച്ചു. ആ ഡി ഇ എ ബിയും എ സിയും സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് എ ഡി ബൈ ബി ഡി, എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചത് മറ്റ് രണ്ട് സൈഡുകളെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിത് പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കൂ, എ ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ കാണുന്നില്ലേ? എ ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ എ ഡി ഇ. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഈക്വൽ ടു, നമുക്കറിയാം ഏത് ട്രയാങ്കിളിൻ്റെ ഏരിയയും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. ഹാഫ് ഇൻറ്റു എ ഡിയിൽ ബേസ് എ ഡി ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം എന്തായിരിക്കും? എ ഡി ബേസ് ആയിട്ട് വരുമ്പോൾ ഈ പെർപെൻഡിക്കുലർ വെച്ചിട്ടില്ലേ എൻ ഇ, അതായിരിക്കില്ലേ ഹൈറ്റ്. അപ്പോൾ എൻ ഇ ഹാഫ് എ ഡി ഇൻറ്റു എൻ ഇ. ഓക്കെ. അതുപോലെ തന്നെ ഏരിയ ഓഫ്, നമുക്ക് ഇവിടെ വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നമുക്ക് ഡിയും സിയും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ബിയും ഇയും ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം എ ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ ഏരിയ എഴുതി. ദെൻ ബി ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ, ബി ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ കണ്ടോ? ബി ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ ആദ്യം ഈ സൈഡിലേക്ക് നോക്കുക കേട്ടോ. എ ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ അതിൻ്റെ ഏരിയ എഴുതി. ദെൻ ബി ഡി ഇ എന്നുള്ള ട്രയാങ്കിൾ അതിൻ്റെ ഏരിയ എന്താ എഴുതാം നമ്മൾ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ അവിടെ ബേസ് ഏതായിരിക്കും? നമുക്ക് ബി ഡി ആയിരിക്കും ബേസ് അല്ലേ? ഹാഫ് ഇൻറ്റു ബി ഡി അല്ലെങ്കിൽ ഡി ബി. ബി ഡി ഇ എന്നുള്ള ട്രയാങ്കിളിൻ്റെ ബേസ് നമ്മളിപ്പോൾ ബി ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഹൈറ്റ് ഏതായിരിക്കും? ബേസ് ബി ഡി നോക്കിക്കോളൂ, ബേസ് ബി ഡി. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് ഏതായിരിക്കും? ബി ഡി ഇൻ്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് യെസ് എൻ ഇ തന്നെ ആയിരിക്കും, ശരിയല്ലേ? ഇ എൻ തന്നെ ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈറ്റ്. കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് എന്നുള്ള നമ്മളല്ലേ പറയുക ഹൈറ്റ്. അപ്പോൾ ഇത് ബേസ് ആണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് വെർട്ടിസസ് ഇതാണ്, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതായിരിക്കും ശരിക്കും? എൻ ഇ തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ അതാണ് നമ്മളിവിടെ എൻ ഇ തന്നെ എടുത്തത്, എ എൻ. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഏരിയ നമ്മൾ എഴുതിയില്ലേ? ദെൻ നെക്സ്റ്റ് നമുക്ക് എ ഡി ഇ എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇപ്പോൾ എ ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ബേസ് എ ഇ ആയിട്ട് എടുത്തിട്ടും നമുക്ക് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഇങ്ങനെ എഴുതിക്കൂടെ? ഹാഫ് ഇൻറ്റു ബേസ് എ ഇ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് ഡി എം, അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുമ്പോഴും എ ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ കിട്ടുക അല്ലേ? എ ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ? ഓക്കെ. യെസ്. ദെൻ നമ്മൾ ഡി ഇ സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ, ഡി ഇ സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ആദ്യം നമ്മൾ ഈ സൈഡിൽ നോക്കി എ ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയയും ബി ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ എഴുതി. ദെൻ നമ്മൾ എ ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ബേസ് എ ഇ ആയിട്ട് എഴുതി. അതുപോലെ തന്നെ നമുക്കിനി ഡി ഇ സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ എഴുതാം. എന്താ ഡി ഇ സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി ഇ സി. നമുക്ക് ബേസ് ഏതായിട്ട് എടുക്കാം? നമുക്ക് യെസ് ഇ സി ആയിട്ട് എടുക്കാം അല്ലേ? ഇ സി ബേസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഹൈറ്റ് ഏതായിരിക്കും? ഇ സി ബേസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഹൈറ്റ് ഏതായിരിക്കും? ഡി എം തന്നെ ആയിരിക്കില്ലേ? ഡി ഇ സി എന്നുള്ള ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ബേസ് ഇ സി ആയിട്ട് വരുമ്പോൾ കറസ്പോണ്ടിങ് ഹൈറ്റ് ഡി എം തന്നെ ആയിരിക്കില്ലേ? യെസ് ഡി എം. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ഏരിയ എഴുതും. ഓക്കെ. ഇനി നമുക്കിവിടെ ഏരിയ ഓഫ് എ ഡി ഇ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ബി ഡി ഇ എന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ ഈക്വൽ ടു, നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ഏരിയ എഴുതിയിട്ടുണ്ടല്ലോ. എ ഡിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു എൻ ഇ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ബി ഡി ഇ എന്താണ്? ഹാഫ് ഇൻറ്റു ഡി ബി ഇൻറ്റു ഇ എൻ. രണ്ട് ഏരിയ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ ആൻസർ വരിക? എന്താണ് ആൻസർ വരിക? ഇവിടെ ഹാഫ് നമ്മൾ ക്യാൻസൽ ചെയ്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരേ വാല്യൂ ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ നമുക്ക് എ ഡി ഇൻറ്റു എൻ ഇ ഡിവൈഡ് ബൈ ഡി ബി ഇൻറ്റു ഇ എന്ന് കിട്ടി അല്ലേ ഇവിടെ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, അവിടെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി
ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു ഡി എം ഡിവൈഡ് ബൈ ഹാഫ് ഇൻറ്റു ഇ സി ഇൻറ്റു ഡി എം. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഓക്കെ, നോക്കൂ ഈ രണ്ട് ഇക്വേഷനും നോക്കുക നിങ്ങൾ, ഇതും ഈ ഫോമും ഈ ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് യെസ് ഇവിടെ ഇ എന്നും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഹാഫും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇ എന്നും ക്യാൻസൽ ചെയ്താൽ എ ബി ബൈ ഡി ബി. ഓക്കെ, ദെൻ ഇവിടെ ഡി എമ്മും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ എന്ത് വരും? എ ഇ ബൈ ഇ സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി ഈക്വൽ ടു എ ഇ ബൈ എ സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ ഈക്വൽ ടു എ ബി ബൈ ഡി ബി. ബട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. അല്ലെങ്കിൽ എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നോക്കൂ നിങ്ങൾ, ഈ ട്രയാങ്കിൾ ഡി ഇ സിയും ട്രയാങ്കിൾ ഡി ഇ സിയും ട്രയാങ്കിൾ ബി ഡി ഇയും നോക്കുക. ട്രയാങ്കിൾ ഡി ഇ സിയും ട്രയാങ്കിൾ ബി ഡി ഇയും നോക്കുക. ബി ഡി ഇ എന്നുള്ള ട്രയാങ്കിളും ഡി ഇ സി എന്നുള്ള ട്രയാങ്കിളും ആ രണ്ട് ട്രയാങ്കിൾസിനും ഏരിയ സെയിം ആയിരിക്കില്ലേ? ബിക്കോസ് ആ രണ്ട് ട്രയാങ്കിളിൻ്റെ ബേസ് ഡി ഇ ആണ്. ഈ രണ്ട് ബി സിയും ഡി ഇയും പാരലലുമാണ്. അപ്പോൾ സെയിം ബേസ് ആയിട്ട് രണ്ട് പാരലൈൻസിൻ്റെ ഇടയിലുള്ള ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആയിരിക്കില്ലേ? 9th ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഡി ഇ ബേസ് ആണ്, ഈ ട്രയാങ്കിളിലും ഡി ഇ ബേസ് ആണ്, രണ്ട് പാരലൈൻസിൻ്റെ ഇടയിലുമാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഡി ഇസിൻ്റെ ഏരിയയും ബി ഡിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് എ ഡി ഇ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഡി ഇ സി എന്ന് പറയുന്ന വാല്യൂ എന്തതിനോട് ഈക്വൽ ആയിരിക്കും? ഇതിനോട് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് എ ഇ ബൈ ഇ സി ഈക്വൽ ടു എ ബി ബൈ ഡി ബി. ഓക്കെ, യെസ്. Therefore from 1, 2 and 3 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇത് കൊടുക്കാം, 2 ഇത് കൊടുക്കാം, ഇക്വേഷൻ കൊടുക്കാം. 3 എന്ന് പറഞ്ഞാൽ ഇത് 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കാം. ഏത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ. എന്താ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത്? ഇത് ഇക്വേഷൻ നമ്പർ 3 ആണെന്ന് കൊടുക്കാം കേട്ടോ. എന്താ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത്? യെസ്, ട്രയാങ്കിൾ സെയിം ബേസ് ബിറ്റ്വീൻ സെയിം പാരലൽ ലൈൻസ് അല്ലേ? അപ്പം നമുക്ക് അതിൻ്റെ ഏരിയ ഈക്വൽ ആണെന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഫ്രം 1, 2, 3 എ ബി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. റേഷ്യോ സെയിം ആണെന്ന് കിട്ടിയില്ല. നോക്കൂ, എ ഡി ബൈ ഡി ബി മീൻസ് എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ സി. പ്രൂവ് ചെയ്യേണ്ടത് കിട്ടിയില്ലേ? യെസ്, അതാണ് തിയറം. എന്താണ്? ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു side of a triangle to intersect the other two sides in distinct point, the other two sides are divided in the same ratio. കണ്ടോ? ഈ സൈഡ് തമ്മിലുള്ള റേഷ്യോ ആണ് എ ഡി ബൈ ഡി ബി, ഈ സൈഡ് തമ്മിലുള്ള റേഷ്യോ ആണ് എ ഇ ബൈ ഇ സി. അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് ഒരു തിയറം ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 126, തിയറം 6.2.
if a line divides any two sides of a triangle in the same ratio, then the line is parallel to the third side. ആദ്യം ഡിസ്കസ് ചെയ്ത തിയറത്തിന്റെ നേരെ തിരിച്ചുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിയറം പറയുന്നത് എന്താണ്? ഒരു ലൈന് പാരലൽ ആയിട്ട് ഒരു സൈഡിന് വരക്കുകയാണെങ്കിൽ അത് മറ്റു രണ്ട് സൈഡുകളെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? തിയറം പറയുന്നത് ഒരു ട്രയാങ്കിളില് ഒരു ട്രയാങ്കിളിന്റെ ഒരു മറ്റ് രണ്ട് സൈഡുകളിലെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ. ഇഫ് എ ലൈൻ ഡിവൈഡ്സ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ നമുക്കത് ഡി എന്ന് കൊടുക്കാം. സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നൊരു ലൈന് ബി സിക്ക് പാരലായിരിക്കും. നേരത്തെ പറഞ്ഞ എന്താണ്? ബി സിക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, മറ്റു രണ്ട് പോയിന്റിനെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു. ഇതോ മറ്റു രണ്ട് സൈഡിലെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന ലൈന് ഈ സൈഡിന് പാരലായിരിക്കും. ഇപ്പം നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബി സി പാരലൽ ടു ഡി സി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളിവിടെ ഈ സപ്പോസ് ഡി ഇ നോട്ട് പാരലൽ ടു ബി സി, സപ്പോസ് ഡി ഇ നോട്ട് പാരലൽ ടു ബി സി. അപ്പോൾ ഡി ഇ ബി സിക്ക് പാരലൽ അല്ല എന്ന് വിചാരിക്കുക. D is not parallel to BC, assuming that D is not parallel to BC. Okay. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? ഈ ഡി ഇ എന്നുള്ള ലൈന് എ ബി എ സി എന്നുള്ള സൈഡുകളെ സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എ ഡി ബൈ ഡി ബി അല്ലെങ്കിൽ ബി ഡി ബി ഡി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ഗിവൺ. ഈ ലൈന് സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനി സപ്പോസ് അസ്യൂം ചെയ്യാണ് ഡി ഈസ് നോട്ട് പാരലൽ ടു ബി സി. ഡി ഇ ബി സിക്ക് പാരലൽ ആണെന്ന് വിചാരിക്കുക. ഈ ഡി ഇ ബി സിക്ക് പാരലൽ. അങ്ങനെയാണെങ്കിൽ ബി സിക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചൂടെ? ഇതാ ബി സിക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചു, ഡി ഇ ഡാഷ്. അപ്പോൾ ഇവിടെ ബി സി പാരലൽ ടു ഡി ഇ ഡാഷ്. ബി സി പാരലൽ ടു ഡി ഇ ഡാഷ്. അപ്പോൾ ബി സി പാരലൽ ടു ഡി ഇ ഡാഷ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തിയറം പറയുന്നത് അല്ലേ? ഫസ്റ്റ് തിയറം എന്താണ് പറയുന്നത്? ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു ദി സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇന്റർസെക്ട് ദി അതർ ടു സൈഡ്സ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്, ദി അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദി സെയിം റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തിയറം വെച്ചിട്ട് ഇവിടുന്നൊരു ഫാക്ട് ഏത്? എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി. ഫസ്റ്റ് തിയറം പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഒരു ലൈന് പാരലായിട്ട് ഒരു ലൈന് വരക്കുക, മറ്റ് രണ്ട് സൈഡുകളെ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡുകൾ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് തിയറം പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ബി സിക്ക് പാരലായിട്ടൊരു ഡി ഇ ഡാഷ് കൺസ്ട്രക്ട് ചെയ്തു അല്ലേ? അങ്ങനെ ഡി ഇ ഡാഷും ബി സിയും പാരലാണെങ്കിൽ ഇത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് ഇ. ബട്ട് എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. ഗിവൺ എന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എ ഇ ബൈ ഇ സി ഈക്വൽ ടു എ ഇ ഡാഷ് അല്ലേ? എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി. എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് പറഞ്ഞൂടെ? കാരണം എ ഡി ബൈ ഡി ബി ഇതിനോട് ഈക്വലാണ്, എ ഡി ബൈ ഡി ബി ഇവിടെ ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ therefore എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി ഈക്വൽ ടു എ ഇ ഡാഷ് ബൈ ഇ ഡാഷ് സി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. ഓക്കെ, എ ഇ ബൈ ഇ സി. ഇനി നമുക്കിത്
ഇതാണ് ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഇവിടെ നോക്കാം. നമുക്കിപ്പോൾ എന്താ ലാസ്റ്റ് വന്നത് ഇക്വേഷന് AE by EC ഈക്വൽ ടു AE ഡാഷ് ബൈ E ഡാഷ് C. ഈ രണ്ട് സൈഡിൽ 1 ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും? AE by EC പ്ലസ് 1 ഈക്വൽ ടു AE ഡാഷ് ബൈ E ഡാഷ് C പ്ലസ് 1. അപ്പോൾ ഇവിടെ ഇത് AE പ്ലസ് EC എന്ന് വരും അല്ലേ? AE പ്ലസ് EC ഓൾ ഡിവൈഡ് ബൈ EC ഈക്വൽ ടു AE ഡാഷ് പ്ലസ് E ഡാഷ് C ഡിവൈഡ് ബൈ E ഡാഷ് C. ഓക്കെ, AE പ്ലസ് EC എന്താണ്? AE പ്ലസ് EC, AE പ്ലസ് EC AC ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് എന്താ വരും? EC ഈക്വൽ ടു AE ഡാഷ് പ്ലസ് AE ഡാഷ് പ്ലസ് E ഡാഷ് C, AE ഡാഷ് പ്ലസ് E ഡാഷ് C എന്താ വരുന്നത്? AC ഡിവൈഡ് ബൈ E ഡാഷ് C. AC ബൈ EC ഈക്വൽ ടു AC ബൈ E ഡാഷ് C. ഇങ്ങനെ വരുമോ? ഇവിടെ നമുക്ക് AC ഇവിടെ EC E ഡാഷ് സിയും. അപ്പം എന്താ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം? യെസ്, E ആൻഡ് E ഡാഷ് കോയിൻസൈഡ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇത് ഈ ഒരു ഇക്വേഷൻ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ EC നോക്കൂ, E ഡാഷ് C, AC ACനോട് ഈക്വൽ ആണെങ്കിൽ EC എന്താണ്? E ഡാഷ് സിനോട് ഈക്വൽ ആണ്. EC E ഡാഷ് സിനോട് ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരുന്നു? Eയും E ഡാഷും കോയിൻസൈഡ് ചെയ്ത് വരണം അല്ലേ? Eയും E ഡാഷും ഇങ്ങനെ ചേർന്ന് വരണം. E ഡാഷ് എവിടെ തന്നെ ആയിരിക്കും? E ഡാഷിന്റെ പോയിന്റ് ഇയിൽ തന്നെ ആയിരിക്കണം, എങ്കിലല്ലേ ഇത് ശരിയാവുള്ളൂ. E ഡാഷ് എന്നുള്ള പോയിന്റ് ഇയിൽ തന്നെ ആയിരിക്കണം. അപ്പൊ അത് D ആയിൽ മാറിയില്ലേ? ആ D BCനോട് പാരലായില്ലേ? ഓക്കെ, നമ്മൾ DE ഡാഷ് എന്നല്ലേ പാരലായിട്ട് എടുത്ത് BC. ആ DE ഡാഷ് തന്നെയാണ് എന്ത്? DE ഡാഷ് DE ആയാലേ അത് ശരിയാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? BC പാരലൽ ടു DE, BC പാരലൽ ടു DE ഡാഷ് അല്ലെങ്കിൽ DE, BC പാരലൽ ടു DE. ഓക്കെ, then mark your homework. Exercise 6.2, question number 1. Okay, see you next class. Thank you.